വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഫ്യൂച്ചറിനെ പറ്റി, ഭാവിയെപ്പറ്റിയുള്ള കാര്യങ്ങൾ പറയുകയാണ്. അവൻ ദേവാലയത്തെ വിട്ടുപോകുമ്പോൾ ശിഷ്യന്മാരിൽ ഒരുത്തൻ, ഗുരു ഇതാ എങ്ങനെയുള്ള കല്ല്, എങ്ങനെയുള്ള പണി എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, നീ ഈ വലിയ പണി കാണുന്നുവോ? ഇടിക്കാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ ഒലിവുമലയിൽ ദേവാലയത്തിന് നേരെ ഇരിക്കുമ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും അന്ത്രയാസും സ്വകാര്യമായി അവനോട്, അത് എപ്പോൾ സംഭവിക്കും? അതിനെല്ലാം നിവൃത്തി വരുന്ന കാലത്തിൻ്റെ ലക്ഷണം എന്ത് എന്ന് ഞങ്ങളോട് പറഞ്ഞാലും എന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞു തുടങ്ങിയത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവേൻ. ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. എന്നാൽ നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഭ്രമിച്ചു പോകരുത്. അത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. അവിടെ ഭൂകമ്പവും ക്ഷാമവും ഉണ്ടാകും. ഇത് ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ. കർത്താവായ യേശു കർത്താവ് ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യം യെരുശലേം ദേവാലയത്തിൻ്റെ മനോഹരമായ പണി കണ്ട് ചോദിച്ചപ്പോൾ കർത്താവ് കല്ലിന്മേൽ കല്ല് ശേഷിക്കയില്ല, യെരുശലേം ദേവാലയം ഇന്ന് പൊളിഞ്ഞു കിടക്കുന്നത് കാണുമ്പോൾ ശിഷ്യന്മാർ പത്രോസും യാക്കോബും യോഹന്നാനും അന്ത്രയോസും കൂടെ സ്വകാര്യമായിട്ട് ചോദിക്കുകയാണ്, ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? യുദ്ധങ്ങളുണ്ട്, യുദ്ധശ്രുതികളുണ്ട്, ജാതി ജാതിയോട് എതിർക്കുന്നുണ്ട്. ഇതെല്ലാം ഈ ലോകത്തിൽ നടക്കുന്ന ഓർത്തൊന്നും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. പെട്രോളിന് വില കൂടുമോ, സാധനങ്ങൾക്ക് വില കൂടുമോ, നമ്മളെല്ലാവർക്കും ആവലാതിയും വിവാദിയും മരുന്ന് കിട്ടുമോ, ഇതൊക്കെ വളരെ കാര്യമായിട്ടുള്ള കാര്യം. ഇതെല്ലാം കർത്താവിൻ്റെ വരവിന് മുമ്പ് സംഭവിക്കേണ്ട കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ദൈവം നടത്തുന്ന വഴികളുടെ നന്മ അനുഭവിക്കുന്ന നമ്മൾക്ക് ഇതിൽ ഏത് സംഭവിച്ചാൽ, ഏത് ഫ്യൂച്ചറിൽ സംഭവിച്ചാൽ, എപ്പോഴെങ്ങെന്തെല്ലാം സംഭവിച്ചാൽ നമ്മൾക്ക് ദൈവത്തിലുള്ള ആശ്രയം വിശ്വാസവും ഉറപ്പിച്ച് മുൻപോട്ട് പോകാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി ഒരുപോലെ ആവരിച്ച് അത്ഭുതകരമായ വചനത്തിൻ്റെ ശക്തി നിന്റെ മക്കളിൽ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് ഭയാനകമായ അവസ്ഥയിലും കൃപയോടെ നിൽപ്പാനുള്ള പ്രത്യേക കൃപയുടെ ശക്തി ആത്മാവ് നിന്റെ മക്കളുടെ മേൽ വ്യാപരിക്കണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം, യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമീൻ. ഗോഡ് ബ്ലെസ് യു.